എല്ലാ കൂട്ടുകാർക്കും BRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ തബ് യാദ് തുമാരി ആതി ഹെ എന്ന കവിതാ ഭാഗമാണ്. ഈ കവിതയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ആദ്യം നമുക്ക് ഈ കവിതയുടെ ടൈറ്റിലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. തബ് യാദ് തുമാരി ആതി ഹെ, തബ് യാദ് തുമാരി ആതി ഹെ. ആ വരികളിലെ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തബ്, തബ് അപ്പോൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. യാദ്, യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. തുമാരി, തുമാരി നിന്റെ. ആതി ഹെ, അപ്പോൾ ഓർമ്മ നിന്റെ വരുന്നു. ആരുടെയോ ഓർമ്മ വരുന്നു. എപ്പോഴാണ് ആ ഓർമ്മ വരുന്നത്? ആരെ പറ്റിയാണ് ഓർമ്മ വരുന്നത് എന്നാണ് ഈ കവിതയിൽ കവി പറയുന്നത്. കവിയുടെ പേര് രാം നരേഷ് ത്രിപാഠി. കവിയുടെ പേര് രാം നരേഷ് ത്രിപാഠി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത തബ് യാദ് തുമാരി ആതി ഹെ. ശരി, നമുക്ക് ആ കവിതയിലോട്ട് പോവാം. ജബ് ബഹുത് സുബഹ് ചിടിയാ ഉടുക്കർ कुछ गीत खुशी के गाती है, कलियाँ दरवाजे खोल खोल जब दुनिया पर मुस्काती है, खुशबू की लहरें जब घर से बाहर आ दौड़ लगाती है, हे जग के सृजनहार प्रभु तब याद तुम्हारी आती है. ജബ് ബഹുത്ത് സുബഹ് ചിടിയാ ഉടുക്കർ. ആ വരിയുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. ജബ് ബഹുത്ത് സുബഹ് ചിടിയാ ഉടുക്കർ, എപ്പോഴാണോ വളരെ നേരത്തെ തന്നെ പക്ഷികൾ ഉണരുന്നത്. ഉടുക്കർ, അവ എണീറ്റിട്ട്. കുച്ച് ഗീത് ഖുഷി കെ ഗാത്തി ഹെ, ജബ് കുച്ച് ഗീത് ഖുഷി കെ ഗാത്തി ഹെ, അപ്പോൾ അവർ സന്തോഷത്തിൻ്റെ പാട്ടുകൾ. ഖുഷി സന്തോഷം, ഗീത് പാട്ട്, ഗാത്തി ഹെ പാടുന്നു. ജബ് ബഹുത് സുബഹ് ചിടിയാ ഉടുക്കർ കുച്ച് ഗീത് ഖുഷി കെ ഗാത്തി ഹെ, എപ്പോഴാണോ വളരെ നേരത്തെ പക്ഷികൾ ഉണരുന്നത്. കുച്ച് ഗീത് ഖുഷി കെ ഗാത്തി ഹെ, അപ്പോൾ അവ എന്ത് ചെയ്യുന്നു? സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടുന്നു എന്നാണ് ഈ രണ്ട് വരിയുടെ അർത്ഥം. കലിയാം ദർവാസെ ഖോല് ഖോല് കർ. കലിയാം എന്ന് പറഞ്ഞാൽ മുട്ട്. ദർവാസെ, ദർവാസെ വാതിൽ. ഖോല് ഖോല്, ഖോൽന തുറക്കുക. കലിയാം ദർവാസെ ഖോല് ഖോല് കർ, അതായത് പൂവിൻ്റെ മുട്ട് വിടരുന്നു. ജബ് ദുനിയാ പർ മുസ്കാത്തി ഹെ, എന്നിട്ട് അവ എന്ത് ചെയ്യുന്നു? ജബ് ദുനിയാ പർ മുസ്കാത്തി ഹെ, ഈ ലോകത്തിനെ നോക്കി അവ പുഞ്ചിരിക്കുന്നു. ദുനിയ ലോകം, മുസ്കാത്തി ഹെ പുഞ്ചിരിക്കുന്നു. ഖുശ്ബൂ കി ലഹരെ ജബ് ഘർ സെ ബാഹർ ആ ദൗഡ് ലഗാത്തി ഹെ, അപ്പോൾ ആ പൂ വിടരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഖുശ്ബു, ഖുശ്ബു മണം. കി ലഹരേം, ലഹരേം തിരമാലകൾ, അതായത് ഇവിടെ പറയുന്നത് മണത്തിൻ്റെ തിരമാല. ലഹരേം ജബ് ഘർ സെ ബാഹർ ആ ദൗഡ് ലഗാത്തി ഹെ, ആ സമയത്ത് ആ പൂ വിടരുന്നു. പൂ വിടർന്നിട്ട് അതിൻ്റെ സുഗന്ധം ചുറ്റുപാടും ചുറ്റും ഒക്കെ പടരുന്നു. ബാഹർ ആ ദൗഡ് ലഗാത്തി ഹെ, ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു തബ് യാദ് തുമാരി. ആ സമയത്ത് ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു, ഈ ലോകത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവെ, പ്രഭുവെ, തബ് യാദ് തുമാരി ആത്തി ഹെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരെയാണ് ഓർമ്മിക്കുന്നതെന്ന്. ദൈവത്തിനെ അല്ലേ? ഒന്നും കൂടി വായിക്കാം. जब बहुत सुबह चिड़िया उड़कर कुछ गीत खुशी के गाती है, कलियाँ दरवाजे खोल खोल जब दुनिया पर मुस्काती है, खुशबू की लहरें जब घर से बाहर आ दौड़ लगाती है, हे जग के सृजनहार प्रभु तब याद तुम्हारी आती है. ഇനി നമുക്ക് അടുത്ത വരികളിലോട്ട് പോവാം. जब चम चम बूंदें गिरती है, बिजली चम चम कर जाती है, मैदानों में वन बागों में, जब हरियाली लहराती है, जब ठंडी ठंडी हवा कहीं से मस्ती टोक कर लाती है, हे जग के सृजनहार प्रभु
തബ് യാദ് തുമാരി ആത്തി ഹേ. അടുത്ത കവി പറയുന്ന വരികളിലോട്ട് നമുക്ക് പോവാം. എപ്പോഴൊക്കെയാണ് വീണ്ടും നമ്മൾ ജബ് ചം ചം ബൂന്തേ ഗിർത്തി ഹേ. ഇനി എപ്പോഴാണ് ചം 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 ബൂന്തേ ഗിർത്തി ഹേ. ബൂന്തേ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ, ജലത്തുള്ളികൾ. ഗിർത്തി ഹേ വീഴുമ്പോൾ, അതായത് മഴ പെയ്യുന്ന സമയത്തും. ബിജലി ചം ചം കർ ജാത്തി ഹേ. ഇനി ബിജലി മിന്നൽ, മിന്നൽ വരുന്ന സമയത്ത് ബിജലി മിന്നൽ. ചം ചം എന്ന് തിളക്കം, തിളക്കത്തോടു കൂടി മിന്നൽ വരുമ്പോഴും ബിജലി ചം ചം കർ ജാത്തി ഹേ. മൈതാനോ മേം വൻ ഭാഗോ മേം. മൈതാനത്തിലും വനത്തിലും തോട്ടത്തിലും. മൈതാനോ മൈതാനങ്ങൾ, വൻ വൻ വനം, ഭാഗവും ഭാഗവും തോട്ടങ്ങൾ, തോപ്പ് എന്നൊക്കെയാണ് അർത്ഥം. മേം ജബ് ഹരിയാലി ലഹരാത്തി ഹേ. ഇനി പച്ചപ്പ്, പച്ചപ്പ് തിരയിളക്കം സൃഷ്ടിക്കുമ്പോഴും, അതായത് പച്ചപ്പ് വരുമ്പോഴും. ജബ് ടണ്ടി ടണ്ടി ഹവാ കഹീം സേ മസ്തി ടോക്കർ ലാത്തി ഹേ. ഇനി നോക്കൂ, ജബ് ജബ് എപ്പോഴാണോ, ടണ്ടി 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 തണുത്തത്, ഹവ ഹവ കാറ്റ്, കഹീം സേ എവിടെ നിന്നോ, മസ്തി ടോക്കർ മസ്തി മസ്തി സന്തോഷം, മസ്തി ടോക്കർ ലാത്തി ഹേ വളരെ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി വരുമ്പോഴും ടോക്കർ ലാത്തി ഹേ. ഹേ ജഗ് കെ സർജൻഹാർ പ്രഭു തബ് യാദ് തുമാരി ആത്തി ഹേ. അടുത്ത് നോക്കിയ കവി പറയുകയാണ്, അടുത്ത് വീണ്ടും നമ്മൾ എപ്പോഴൊക്കെയാണ് ദൈവത്തിനെ സ്മരിക്കുന്നതെന്ന്. ജബ് ചം ചം ബൂന്തേം ഗിർത്തി ഹേ. എപ്പോഴാണോ മഴ വർഷിക്കുന്നത്, മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ മഴ കിട്ടുന്നത്. ബിജ്ലി ചം ചം കർ ജാത്തി ഹേ. ഇനി മിന്നൽ വളരെ തിളക്കത്തോടു കൂടി, അല്ലെങ്കിൽ മിന്നൽ വരുന്ന സമയത്തും. മൈതാനോ മേം വൻ ഭാഗോ മേം ജബ് ഹരിയാലി ലഹരാത്തി ഹേ. ഇനിയും മൈതാനത്തിലും വനത്തിലും തോട്ടത്തിലും ഒക്കെ എന്താണ്, ഹരിയാലി ലഹരാത്തി ഹേ പച്ചപ്പ് തിരയിളക്കം സൃഷ്ടിക്കുമ്പോഴും. ജബ് ടണ്ടി ടണ്ടി ഹവാ കഹീം സേ മസ്തി ടോക്കർ ലാത്തി ഹേ. ഹേ ജഗ് കെ സർജൻഹാർ പ്രഭു തബ് യാദ് തുമാരി ആത്തി ഹേ. എപ്പോഴൊക്കെയാണോ തണുത്ത കാറ്റ്, ടണ്ടി ടണ്ടി ഹവാ കഹീം സേ മസ്തി ടോക്കർ സന്തോഷം കൊണ്ട്, ഉത്സാഹം കൊണ്ട് വരുന്നത്. ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു തബ് യാദ് തുമാരി ആത്തി ഹേ. അപ്പോഴെല്ലാം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ നമ്മൾ ഓർമ്മിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ വരികളുടെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. ശരി, ഇനി നമുക്ക് ഈ കവിതയിലെ അവസാന വരികളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. चुपचाप चमकते तारों की महफिल जब रात सजाती है. जब चांद शान से उड़ता है दिल की दुनिया जग जाती है. कुछ पता नहीं लेकिन ज़रूर वह संदेश कुछ पाती है. हे जग के सृजनहार प्रभु तब याद तुम्हारी आती है. നോക്കൂ, ചുപ്ചാപ് ചമക്തേ താരോം കി. ചുപ്ചാപ് ചുപ്ചാപ് മിണ്ടാതെ. ചുപ്ചാപ് ചമക്തേ ചമക്തേ തിളങ്ങുന്ന, ചമക്തേ താരോം കി. താരോം നക്ഷത്രങ്ങൾ. മെഹഫിൽ മെഹഫിൽ കൂട്ടം. മെഹഫിൽ ജബ് രാത്ത് സജാത്തി ഹേ. രാത്ത് രാത്രി. സജാന അലങ്കരിക്കുക, സജാന അലങ്കരിക്കുക. അപ്പം രാത്രി സമയങ്ങളിൽ നക്ഷത്രങ്ങൾ ഈ രാത്രിയെ അലങ്കരിക്കാറുണ്ട്. നോക്കൂ, ചുപ് ചാപ് ചമക്തേ താരോം കി മെഹഫിൽ ജബ് രാത്ത് സജാത്തി ഹേ. അതായത് രാത്രി സമയത്ത് നക്ഷത്രങ്ങളുടെ കൂട്ടം രാത്രിയെ അലങ്കരിക്കുന്നു മിണ്ടാതെ. ജബ് ചാന്ദ് ഷാൻ സേ ഉടുത്താ ഹേ. അപ്പോൾ ചന്ദ്രൻ, ചാന്ദ് ചന്ദ്രൻ, ഷാൻ സേ, ഷാൻ സമാധാനത്തിന്, ശാന്തതയോടുകൂടി. ജബ് ചാന്ദ് ഷാൻ സേ ഉടുത്താ ഹേ, ഷാൻ സേ ഉടുത്താ ഹേ ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹേ. അപ്പോൾ ചന്ദ്രൻ ഉണരുന്ന ആ സമയത്ത്, അതായത് ചന്ദ്രൻ ഉദിച്ചുയരുന്ന ആ സമയത്ത് ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹേ, നമ്മുടെ മനസ്സാകുന്ന ലോകം. ദിൽ, ദിൽ എന്ന് പറഞ്ഞ മനസ്സ്. കി ദുനിയ, ദുനിയ നേരത്തെ പറഞ്ഞ വാക്കാണ്. ദിൽ ദുനിയ ലോകം. ജഗ് ജാത്തി ഹേ, ജഗ് ജാന ഉണരുക, ജഗ് ജാന ഉണരുക. ജഗ് ജാത്തി ഹേ കുച്ച് പതാ നഹിം, കുച്ച് പതാ നഹിം
ഒന്നും അറിഞ്ഞുകൂടാ. കുച്ച് പത്താ നഹിം ലേക്കിൻ സരൂർ, എന്നിരുന്നാലും തീർച്ചയായും, സരൂർ തീർച്ചയായും, ലേക്കിൻ എന്നാൽ സരൂർ തീർച്ചയായും, വഹ് സന്ദേശ് കുച്ച് പാത്തി ഹേ, അവയെല്ലാം നമുക്ക് എന്തോ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇവയെല്ലാം രാത്രിയെ അലങ്കരിക്കുന്ന നക്ഷത്രങ്ങളും അതേപോലെ ഉദിച്ചുണരുന്ന ചന്ദ്രനും അതെല്ലാം നമുക്ക് എന്തൊക്കെയോ സന്ദേശങ്ങളാണ് നൽകുന്നത്. ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭു തബ് യാദ് തുമാരി ആത്തെ ഹേ. അപ്പോഴും കവി വീണ്ടും പറയുകയാണ്, ഈ സമയത്തെല്ലാം അല്ലയോ ഈ ലോകത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവേ, അങ്ങയെ ഞങ്ങൾ ഓർക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഈശ്വരനെ സ്മരിക്കാത്ത സമയങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ സ്മരിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾ ഈശ്വരനെ സ്മരിക്കാറുണ്ട് എന്നാണ് കവി പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ചുപ്പ് ചാപ് ചമക്തേ താരോം കി महफिल जब रात सजाती है, जब चांद शान से उड़ता है, दिल की दुनिया जग जाती है. कुछ पता नहीं लेकिन जरूर वह संदेश कुछ पाती है. हे जग के सिर्जनहार प्रभु तब याद तुम्हारी आती है. കൂട്ടുകാരെ, ഇതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയ കവിത. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കവി ആരെ ഓർമ്മിക്കുന്ന കാര്യമാണ് ഈ കവിതയിൽ കൂടെ പറഞ്ഞതെന്ന്. അടുത്ത് നമുക്ക് ഈ കവിതയുടെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കുന്നതിനും മറ്റു പ്രവർത്തനങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നന്ദി.